ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ളൊരു ബജ്ജിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമ്മൾ നോമ്പ് കാലത്തൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ബജ്ജിയാണല്ലോ മുളക് ബജ്ജി. അപ്പോൾ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് എരിവൊക്കെ ഉള്ള മുളകാകുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാകാൻ. അപ്പോൾ അങ്ങനെയുള്ള മുളകൊക്കെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ എരിവൊക്കെ ഇങ്ങനെ കുറച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. നല്ല സിമ്പിൾ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ 2 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. തിളപ്പിച്ചെടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മളെ മുളകൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് വലുപ്പത്തിൽ കട്ട് ചെയ്യേണ്ട, ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഈ അറ്റത്ത് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളിത് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുന്ന സമയത്ത് അതിൽ വെള്ളമൊക്കെ കയറുകയും ചെയ്യും, അതിൽ എരിവ് അങ്ങ് പോയി കിട്ടുകയും ചെയ്യും കേട്ടോ. നമുക്ക് വെള്ളം പെട്ടെന്ന് അങ്ങ് പുറത്തേക്ക് കളയാനും പറ്റും. അപ്പം നമ്മളിത് തിളച്ച് വന്നിട്ടുള്ള ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള നമ്മൾ മുളക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 5 മിനിറ്റ് ഈ ഒരു വെള്ളത്തിൽ അങ്ങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മുളകിനെ ഈ വെള്ളത്തിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിതാ ഓരോ മുളകും അതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതാ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിലെ വെള്ളമൊക്കെ അങ്ങ് പുറത്തേക്ക് പോയിക്കോളും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. വെള്ളമൊക്കെ ഇതിൽ നിന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രമേ നമ്മൾ ഇതിൽ ആ ഒരു കൂട്ടൊക്കെ അങ്ങ് മുക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പിടിച്ച് കിട്ടുക. വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ കൂട്ട് അതിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എല്ലാ മുളകും ഇതുപോലെ തന്നെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് തുടച്ചിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് 1 മുതൽ 1.25 കപ്പോളം നമുക്ക് കടലമാവ് എടുക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്ന മുളകിൻ്റെ അളവനുസരിച്ചിട്ടാട്ടോ മാവിൻ്റെ അളവൊക്കെ നമ്മൾ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഇത് 1.5 ടീസ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ആയാലും മതി കേട്ടോ. ഇനി അരിപ്പൊടിയും കോൺഫ്ലോറും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതും കൂടി നമ്മൾ ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടി നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടുമേ. അതിന് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള 1/4 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, അതിന് കൂടെ തന്നെ നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുള്ളത് ഒരു പിഞ്ചോളം ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂണോളം മഞ്ഞൾ, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നമ്മളിത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് വെള്ളം അങ്ങ് ആദ്യം തന്നെ അങ്ങ് ഒഴിക്കാൻ പാടില്ല. കടല മാവായത് കൊണ്ട് തന്നെ വെള്ളം അധികം അങ്ങ് ആവശ്യമില്ല കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു തരിതരിപ്പ് പോലെ കാണുന്നില്ലേ, ഒരു കുറച്ച് കട്ട പോലെ അങ്ങനെ ഇല്ലാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഈ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കുന്ന സമയത്ത് തന്നെ അതൊക്കെ നന്നായിട്ട് അങ്ങ് അലിഞ്ഞങ്ങ് വന്നോളൂ കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാട്ടോ മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പം നമ്മളിതാ ഈ ഒരു മാവ് ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ മുളകിൻ്റെ ബജ്ജി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പം ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് മാവ് മാറ്റി കൊടുത്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഉണ്ടാകാൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒന്നുകൂടി നല്ലത് ഇതുപോലെ ചെയ്യുന്നതാണ്. അപ്പം വലിപ്പം കൂടുതലുള്ള മുളകാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തേക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് മാവ് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അധികം വലിപ്പം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഇതാട്ടോ ഒന്നുകൂടി നല്ലത്. ഇതുപോലെ നമ്മളിങ്ങനെ മുക്കിയെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് അതിൽ മൊത്തത്തിൽ അങ്ങ് മാവങ്ങ് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ മുളകിൽ നമ്മൾ നന്നായിട്ട് മാവൊക്കെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ ഓരോ മുളകും ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് മുക്കി കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ട് നന്നായാലട്ടോ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പൊങ്ങി വരില്ല. അപ്പോൾ നമ്മളെ കൂട്ടിപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ മുളക് ഇത് ഇങ്ങനെ പൊങ്ങി വരുന്ന കണ്ടില്ലേ, ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു സൈഡ് ഭാഗം ഒന്ന് കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടി ഒന്ന് കളർ മാറ്റിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് റെഡിയാകും, ഒരുപാട് സമയമൊന്നും പിടിക്കില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങി വരും കേട്ടോ. നന്നായിട്ട് പൊങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡ് ഭാഗം കൂടി ഒന്ന് കളറൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ കടലമാവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും, ഒരുപാട് സമയമൊന്നും പിടിക്കൊന്നുമില്ല. പക്ഷേ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കുക, കളർ പെട്ടെന്ന് അങ്ങ് മാറിപ്പോകട്ടോ അല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് 2 സൈഡൊന്ന് കളറൊന്ന് മാറി നന്നായിട്ട് പൊങ്ങി വന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ മുളക് ബജ്ജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സിമ്പിളായിട്ട് നോക്കിയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ടൈപ്പിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയില്ലേ. അപ്പോൾ ഇതെന്നെ മാറ്റി കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ ഒരുപാട് സമയം എടുക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ അടിപൊളി ബജ്ജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.